ധ്യാനത്തിലും കൺവെൻഷനെല്ലാം കർത്താവ് പ്രവർത്തിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സങ്കീർത്തനം 27:1 വചനങ്ങൾ. ആ സങ്കീർത്തനത്തിന്റെ ഹെഡിന് ഇപ്രകാരമാണ്: കർത്താവിൽ ആശ്രയം. കർത്താവിൽ ആശ്രയം. നമ്മുടെ ആശ്രയം കർത്താവിൽ മാത്രം. മനുഷ്യനിലോ ലോക വസ്തുക്കളിലോ ധനത്തിലോ ഒന്നും നമ്മൾ ആശ്രയിക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും ആശ്രയിക്കേണ്ടത് കർത്താവിൽ മാത്രമാണ്. കർത്താവിൽ ആശ്രയിക്കുക. കർത്താവുമായിട്ടുള്ള വലിയ ഒരു ബന്ധത്തില് നമുക്ക് ആത്മീയ ജീവിതത്തില് വളർന്നു വരണം. കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവാണ് എന്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ, ഇരുട്ടു നിറഞ്ഞ ഈ ലോകത്തിൽ സാത്താന്റെ ആധിപത്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിൽ, ഇരുട്ടിന്റെ ശക്തിയായ സാത്താന്റെ ലോകമാണ്. ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്ന, തിന്മ നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിൽ കർത്താവാകുന്ന പ്രകാശം എന്റെ ഉള്ളിലുണ്ട്. ആ പ്രകാശം എന്നിലൂടെ പുറത്തേക്ക് വരുമ്പോൾ ഇരുട്ടിന്റെ ശക്തികൾ ഓടിമറയും. വിശുദ്ധ ബെനഡിക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ ബെനഡിക്റ്റ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പിശാച് ഓടിയൊളിക്കുമായിരുന്നു. വലിയ വിശുദ്ധനായിരുന്നു, താമസനായിരുന്നു വിശുദ്ധ ബെനഡിക്റ്റ്. വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, വലിയ അടയാളങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ കർത്താവാകുന്ന പ്രകാശം, രക്ഷകനായ യേശു, രക്ഷ നൽകുന്ന കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഏത് ഇരുട്ടിന്റെ പ്രവൃത്തികളെയും നമുക്ക് പൂർണ്ണമായിട്ട് തകർക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഒരു സഹോദരി എന്നോടൊക്കെ പ്രാർത്ഥിക്കാമോ? വിദേശ വെച്ച് നടന്ന ഒരു ഹീലിംഗിന്റെ സാക്ഷ്യമാണ്. ആ സഹോദരി ആഫ്രിക്കൻ സ്വദേശിയാണ്. ഭർത്താവ് മക്കളൊക്കെ ഉണ്ട്, 4 മക്കളുണ്ട്. പക്ഷെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ച് അങ്ങനെ പോയി. അവിടെ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഈ വിച്ച് ക്രാഫ്റ്റ്, കൂടോത്രം, വിച്ച് ഡോക്ടർ എന്നൊക്കെ പറയും, കൂടോത്രം ചെയ്യുക, അത് അവിടെ സ്ഥിര പരിപാടിയാണ്. അപ്പം ഈ സഹോദരി പറയുകയാണ്, ഭർത്താവിന്റെ കൂട്ടുകാരനായ ഒരു വ്യക്തി ഇവരുടെ അടുക്കൽ വന്നിട്ട് ഇവരുടെ ചെവിയിൽ എന്തൊക്കെയോ പറഞ്ഞു. അന്ന് മുതൽ ഇവർക്ക് എന്തൊക്കെയോ അസ്വസ്ഥതയായി. അവസാനം ആ മനുഷ്യന്റെ കെണിയിൽ പെട്ടു. ഇപ്പോൾ ഭർത്താവില്ല, മക്കളും ഒക്കെ ആയിട്ട് ജീവിക്കാണ്, കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നു. ആ സൗകര്യം പറഞ്ഞ്, എനിക്ക് കഠിനമായ ഭയമാണ്, ഇരുട്ടിനെ ഭയമാണ്, പിശാചിനെ ഭയമാണ്. ചില സമയം എന്റെ വയറ്റിലൂടെ ഇങ്ങനെ പാമ്പ് ഇഴഞ്ഞു നടക്കുന്നവരൊക്കെ എനിക്ക് തോന്നും. ഭയത്തിന്റെ അടിമത്തത്തിലാണ് ഈ സ്ത്രീ. വല്ലാത്തൊരവസ്ഥ. ഞാൻ അവരോട് പറഞ്ഞു, യേശു നിങ്ങൾക്ക് സൗഖ്യം നൽകും, ഈ തിന്മയെ യേശു ബന്ധിക്കാൻ പോവാ. യെരമ്യാ 38 ഇവിടെ വായിക്കുന്നുണ്ട്, നിന്റെ കഴുത്തിലെ മുഖം ഞാൻ തകർക്കും, കെട്ടുകൾ പൊട്ടിക്കും. യേശുവിന്റെ നാമത്തില് ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടെ മേൽ വന്നു. ആത്മാവിന്റെ ശക്തിയുടെ അഭിഷേകത്തിൽ ആ സഹോദരി നിലംപതിച്ചു. അവിടെ കിടക്കുക, കൈകാലൊക്കെ അടിക്കുന്നുണ്ട്. കുറെ കഴിഞ്ഞ് ശാന്തമായി. ഇടയ്ക്ക് അവര് കണ്ണുകൾ തുറന്നിട്ട് പറയാണ്, എന്റെ വയറ്റിലൂടെ എന്തോ ഇങ്ങനെ ഇഴഞ്ഞു നടക്കുന്നു. ഒരു വല്ലാതെ വെപ്രാളപ്പെടുകയാണ്.
അപ്പോൾ തന്നെ അവിടെ ഒരു സഹോദരനോട് ഞാൻ പറഞ്ഞു, ഇവിടെ ഹന്നാൻ വെള്ളം ഉണ്ടെങ്കിൽ എടുക്കാൻ പറഞ്ഞു. അദ്ദേഹം എടുത്തുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞു, അവിടെ ആ വയറിലോട്ട് ആ ഹന്നാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞു. ആ ഹന്നാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു. പെട്ടെന്ന് അവശാന്തമായി. പിന്നെ നിശ്ചലമായിട്ട് അനങ്ങാതെ അവിടെ കിടക്കുകയാണ്. കുറേ സമയം അവർ എഴുന്നേറ്റ് വന്നു. അവർ പറയുന്ന സാക്ഷ്യം ഇതാണ്: ആ ഹന്നാൻ വെള്ളം അവരുടെ വയറിന്റെ ഭാഗത്ത് വീണ് കഴിഞ്ഞപ്പോൾ അവിടെ ശരീരത്തു നിന്ന് എന്തോ ഇറങ്ങിപ്പോയി. അവർ ഫ്രീ ആയി. അവർ പറയുന്നത്, എന്റെ ഭയം എന്നെ വിട്ടുമാറി, എന്റെ മനസ്സിലെ കഠിന ദുഃഖം വിട്ടുമാറി, അസ്വസ്ഥ വിട്ടുമാറി, സന്തോഷത്തോടെ അവർ തുള്ളിച്ചാടുക. അവർ പറഞ്ഞു, എന്തോ എന്റെ ശരീരത്തിൽ നിറഞ്ഞതാ പറഞ്ഞു. വയറിന്റെ കനമൊക്കെ കുറഞ്ഞെന്ന സ്ത്രീ പറയുന്നു. അല്ലെങ്കിൽ അവർ പറയുന്നത് പിശാച്, അതായത് സർപ്പം എൻ്റെ വയറ്റിലൂടെ എഴുതി നടക്കുന്നൊക്കെ. ശരിക്കും ഈ പൈശാചിക ബന്ധനവും സാത്താന്റെ ആവാസവും ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. പിശാച് ഒരു സത്യമാണ് കേട്ടോ.